സ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. നമസ്തേ. നമ്മുടെ കൃഷ്ണ വന്ദേ സത്സംഗ സമിതിയുടെ ശാങ്കര സ്മൃതി എന്ന ശങ്കരാചാര്യ ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ സത്സംഗം നയിക്കാൻ വന്നിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്ന് ഡോക്ടർ ശശികുമാർ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. അദ്ദേഹം സ്പേസ് സയന്റിസ്റ്റും ഒരു എഡ്യൂക്കേഷണലിസ്റ്റും സ്പിരിച്വൽ ഡയറക്ടറും മോട്ടിവേഷണൽ സ്പീക്കറും ഈ നിലകളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനാണ് ഇന്ന് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. ലൈഫ് ഓഫ് ലവ്, റിതം ഓഫ് ലൈഫ്, ലൈഫ് മെയ്ഡ് സിമ്പിൾ. തീർച്ചയായും നമ്മുടെ സത്സംഗ സമിതിയുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആപ്റ്റായ ഒരു അതിഥിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ ശശികുമാർ സാറിന് സ്വാഗതം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. അജ്ഞാനതിമിരന്തസ്യ ധനഞ്ജനശലാകയാ ചക്ഷൂരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സനാതന ധർമ്മത്തിൻ്റെ കീർത്തി സ്തംഭങ്ങൾ ശങ്കര സ്മൃതിയുടെ സത്സംഗത്തിൽ ബറോഡയിലെ കൃഷ്ണം വന്ദേ സത്സംഗ സമിതി തിരുമേനി മെസ്സേജ് ഇട്ട് ഇന്നലെ സത്സംഗം നടക്കുമ്പോൾ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് പറഞ്ഞോളാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴാണ് സനാതനധർമ്മത്തിൻ്റെ കീർത്തി എന്ന ടോപ്പിക്ക് തന്നത്. അതിനു മുമ്പ് എനിക്കൊരു മെസ്സേജ് കിട്ടിയത് 4 മഠങ്ങളിലൂടെ 1.5 മണിക്കൂർ പ്രയാണം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ്. ആ 4 മഠങ്ങൾ തന്നെയാണ് സനാതന ധർമ്മത്തിൻ്റെ കീർത്തി സ്തംഭങ്ങളായിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ആ ഒരു കീർത്തി സ്തംഭങ്ങളുടെ ഇന്ന സ്ഥലത്തൊക്കെ ഇന്നതൊക്കെ ഉണ്ട്, ഇന്ന വേദങ്ങളൊക്കെ ഉണ്ട്, ഇന്നവരൊക്കെയാണ് അവരുടെ ആചാര്യന്മാർ എന്ന് പറഞ്ഞ് നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഞാൻ ശ്രമിച്ചാൽ സനാതനധർമ്മത്തിൻ്റെ കീർത്തി എന്ന ടോപ്പിക്കിൽ സനാതനധർമ്മം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന, നമ്മളിപ്പോൾ ചൊല്ലുമ്പോൾ സദാശിവ സമാരംഭ തുടങ്ങിയിട്ട് ആ ഗുരുപരമ്പരകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സനാതനധർമ്മത്തെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിനെ ഓർക്കാതെ വയ്യ. അദ്ദേഹം ഒറ്റ വാക്കിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത് സനാതനധർമ്മം, ഞാൻ 1-2 ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ട്. ഹൈദരാബാദിൽ എൻ്റെ ഗസ്റ്റായിട്ട് വന്നിട്ട് കുറേ പ്രഭാഷണങ്ങൾ നടത്തിയ സമയത്ത് സനാതനധർമ്മം KPCയിലൂടെ എന്ന ടൈറ്റിലിൽ കുറച്ച് ആർട്ടിക്കിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇഷ്ടാപൂർത്തമാണ് സനാതനധർമ്മം എന്നാണ്.
ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നുയാത്. ഇഷ്ടകർമ്മങ്ങൾ അഗ്നിഹോത്രം തപസ്സത്യം വേദാനാം ചാനുപാലനം എന്ന് തുടങ്ങി ഇഷ്ടം ഇത്യപിതീയതേ. അത് പൂർത്തകർമ്മങ്ങളാണെങ്കിൽ വാപീകൂപതടാകാനി ദേവതാനയനാനിച്ച അന്നപ്രധാനമുദ്യാന്നം പൂർത്തം ഇത്യഭിധീയതേ എന്നാണ് എനിക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ഒന്ന് അവനവന് വേണ്ടിയിട്ട് സെൽഫ്, അതാണ് മിക്കവാറും ഡിസ്കഷൻസിൽ അവനവൻ്റെ കർമ്മങ്ങൾ അവനവനെ സന്തോഷിപ്പിക്കാൻ, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ആത്മാവിനെ അറിയാൻ. അങ്ങനെയാണെങ്കിൽ മഹർഷിമാർ കാലാകാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത് പോലെ സ്വാധ്യായം കൊണ്ടോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കീഴിലോ ഗുഹയ്ക്കുള്ളിൽ താമസിക്കുന്നവരായിരുന്നു സന്യാസിമാർ, ഋഷിവര്യന്മാർ. പക്ഷെ ഭാരതത്തിൻ്റെ ആത്മീയ പുരുഷന്മാരൊക്കെ രാജാക്കന്മാരുടെ അഡ്വൈസേഴ്സ് ആയിരുന്നു. അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. ലോകധർമ്മം എന്നത് വെറും ആത്മീയമായിട്ടുള്ള പുരോഗമനം മാത്രമല്ല, അതുകൊണ്ട് തന്നെ സമൂഹത്തെ ബന്ധിപ്പിക്കാനും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയാനും, അതുകൊണ്ട് പൂർത്തകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് എൻവിറോൺമെന്റൽ സൊസൈറ്റൽ റിക്വയർമെന്റ്സ്, അതാണ് വാപീ കൂപതടാകാനി ദേവതായനയാനിച്ച അന്നപ്രധാനമുദ്യാന്നം പൂർത്തം ഇത്യഭിധീയത എന്നതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ലോക എൻവിറോൺമെന്റ്, എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്താൽ മാത്രമേ നമ്മുടെ മഹാവാക്യങ്ങൾ പലതും പ്രാവർത്തികമാക്കാൻ സാധിക്കുള്ളൂ എന്നുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്ഥാപിച്ച 4 മഠങ്ങൾ, അതിലൊന്നാണ് ശൃംഗേരി മഠം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ആദ്യത്തെ മഠം. അതിൽ 13-ാം AD-യിലാണെന്ന് തോന്നുന്നു കോലാപ്പൂരിൽ ഒരു മഠം സ്ഥാപിക്കുകയുണ്ടായി. അന്ന് ശങ്കരാചാര്യരായിരുന്ന ശ്രീ വിദ്യാശങ്കർ ഭാരതി, ആ ശ്രീ വിദ്യാശങ്കർ ഭാരതി സ്ഥാപിച്ച മഠത്തിലെ ഒരു ശങ്കരാചാര്യയായിരുന്നു സ്വാമി രാമ. കുറച്ചു കാലം മാത്രം, എനിക്ക് തോന്നുന്നു ശങ്കരാചാര്യ പദവി കിട്ടിയിട്ട് വിട്ടെറിഞ്ഞു പോയിട്ടുള്ളവരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് സ്വാമി രാമയാണ്. ആ സ്വാമി രാമയുടെ ശിഷ്യനായ സ്വാമി വേദഭാരതിയുടെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹം ഹിമാലയൻ മാസ്റ്ററായിരുന്നു. ഈ 2 ഗുരുക്കന്മാരെ ഓർക്കാതെ എനിക്ക് ഈ സബ്ജക്റ്റിലേക്ക് കടക്കാൻ വയ്യ. കാരണം മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഏക വിഷയം, അല്ലെങ്കിൽ അദ്ദേഹം ആരെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഏക വിഷയം സൈലൻസ് മാത്രമാണ്. പലരും മെഡിറ്റേഷൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആർക്കും ആരെയും മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ആകെ പഠിപ്പിക്കാൻ പറ്റുക സൈലൻസ് ആണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, സമാധിയിലേക്ക് ആർക്കും ആരെയും നയിക്കാൻ സാധിക്കില്ല. മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ ബോഗസാണ്, പക്ഷെ ധ്യാനത്തിലേക്കും എത്തിക്കാൻ സാധിക്കില്ല. അതിനു മുമ്പുള്ള സ്റ്റെപ്പിലേക്ക് നമുക്ക് ആരെയെങ്കിലുമൊക്കെ നയിക്കാൻ സാധിച്ചാൽ, അങ്ങനെ അതിന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ മാസ്റ്ററാണ് സ്വാമി വേദഭാരതി, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി രാമ. അപ്പം ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് ഈ കീർത്തിസ്തംഭങ്ങളുടെ, ആ കീർത്തിസ്തംഭങ്ങൾ സ്ഥാപിക്കാനുണ്ടായ ഒരു സാഹചര്യവും ഒക്കെ ഒന്ന് കുറച്ച് സമയം കൊണ്ട് പറയാൻ സാധിച്ചാൽ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന സത്സംഗ സമിതിയോട് ഞാൻ നീതി പുലർത്തി എന്ന് എനിക്ക് വിശ്വാസം വരും. 4 മഠങ്ങൾ, 4 ശിഷ്യന്മാർ. പക്ഷേ ആദിശങ്കരാചാര്യര്, ഭാഷ്യകാരൻ എന്നറിയപ്പെടുന്ന ജഗദ്ഗുരു കാഞ്ചീപുരത്താണ് അവസാന കാലം താമസിച്ചത്. അവിടെയാണ് അവനവന് താമസിക്കാൻ പറ്റിയിട്ടുള്ള മഠം എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കോൺട്രവേഴ്ഷ്യലാണ്, കാരണം പലരും പല വേർഷൻസിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഇതാണ് ഏകദേശം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വിശ്വസിക്കാം.
ദ കമൻറ്റേറ്റർ അല്ലെങ്കിൽ ഭാഷ്യകാരൻ എന്ന പേര് പറയാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇത്രയും വിശദമായ കമൻറ്റേഷൻസ് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ കമൻറ്റേറ്റീവ് എക്സ്പോസിഷൻസ് ഇത്രയും പ്രഗത്ഭമായി ചെയ്തിട്ടുള്ള സംസ്കൃത ഭാഷയിൽ 300-ലധികം കൃതികൾ, അത് സ്വന്തം കൃതികളാവണമെന്നില്ല, അതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഉപനിഷത്തുകളും യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾക്ക് അവനവൻ്റെ വ്യാഖ്യാനം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഭാരതത്തിൽ തത്വചിന്തകൾക്കും ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ആദിശങ്കരാചാര്യര് അദ്വൈത വേദാന്ത ഫിലോസഫിയുടെ ഒരു സ്കൂൾ ഓഫ് തോട്ട്. അതുകൊണ്ട് അദ്വൈതം എന്ന് പറഞ്ഞാൽ, അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ശങ്കര സിദ്ധാന്തം തന്നെയാണ്. അദ്വൈത ദർശനം എന്ന് പറഞ്ഞാൽ ശങ്കര ദർശനം തന്നെയാണ്. അദ്വൈത തത്വചിന്ത എന്ന് പറഞ്ഞാൽ ശങ്കര തത്വചിന്ത തന്നെയാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന് വേറെ ഉപനിഷത്തുകളുടെ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഒക്കെ പഠനങ്ങൾ എഴുതി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ വിശ്വാസത്തിൽ ബഹുസ്ഫുരത എന്നൊക്കെ ഇന്ന് നമ്മൾ പേരിൽ പറയുന്ന, അല്ലെങ്കിൽ വ്യതിരക്തത എന്നൊക്കെ ഇന്ന് നമ്മൾ പറയുന്ന, വ്യാമോഹത്തെ ക്രമീകരിക്കാനും സ്ഥിരീകരിക്കാനും സാധിച്ചു എന്ന് നമ്മൾ പറയുന്ന, ഈ പറയപ്പെടുന്നതൊക്കെ ചേർത്താൽ ഒരാൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ അത് ജഗദ്ഗുരു മാത്രമാവും. സനാതനധർമ്മം, ആ ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യത, ഉണ്ടായിരുന്ന ബുദ്ധ ജൈന മതങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ഭഗവാൻ ജീവിച്ചിരുന്നത് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. സനാതനധർമ്മം ശങ്കരൻ്റേതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം. കാരണം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സനാതനധർമ്മം അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഒരു കണ്ണിയിൽ പകർന്നു തരാവുന്ന മറന്നുപോയിട്ടുള്ള സംഭവങ്ങളെ ഓർമ്മിപ്പിക്കാൻ മാത്രം ഒരു കാതലായ വ്യക്തിയായി മാറുകയാണ് എന്ന് ഭഗവാൻ തന്നെ പറയുമ്പോൾ, അതിന് ഭാഷ്യകാരനായ ശങ്കരൻ പഠനമെഴുതിയപ്പോഴും വേദങ്ങൾ നമുക്ക് പുസ്തകമായി കിട്ടിയതുകൊണ്ട്, സനാതനധർമ്മങ്ങൾ വേദങ്ങളിൽ ഉള്ളതുകൊണ്ട് സനാതനധർമ്മം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സത്യയുഗം മുതൽ കലികാലം വരെയുള്ള കാലഘട്ടത്തിൽ സത്യയുഗത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ത്രേതായുഗം വന്നപ്പോഴത്തേക്കും 2 സൊസൈറ്റി തമ്മിലുള്ള യുദ്ധം തുടങ്ങി. അത് കഴിഞ്ഞ് ദ്വാപരയുഗം വന്നിട്ടുള്ളപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ അന്യോന്യം കസിൻ ബ്രദേഴ്സിൻ്റെ സ്ട്രൈക്ക് തുടങ്ങി. ഇന്ന് കലികാലത്തിൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നമ്മളോട് ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ ജീവിക്കുമ്പോൾ ആണ് ചിലപ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെയും വേദങ്ങളുടെയും ശങ്കരൻ്റെയും ഒക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാഷ്യകാരൻ ശങ്കരൻ്റെ ദർശനം, അതിൻ്റെ കോട്ടം, ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് പകർന്നു കൊടുക്കാൻ സാധിക്കാത്തതിലുണ്ടായിരുന്ന അവ്യക്തമായി നശിച്ചുപോയ പല ചിന്തകളും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രതിവിധിയായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ മഠങ്ങളുടെ സ്ഥാപനം. അതുകൊണ്ട് മഠങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവട്ടെ എന്ന് സങ്കല്പിച്ച് ചെയ്തിട്ടുള്ളതാവാനാണ് സാധ്യത. ആദിശങ്കരാചാര്യരുടെ തത്വചിന്തകൾ, കവിതകൾ, ഒരു മഹർഷി ഒരു സ്ഥലത്തിരുന്ന് കവിതകൾ എഴുതി അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതി ശിഷ്യന്മാരെ പഠിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു തീർത്ഥാടനത്തിലൂടെ വിഘടിച്ചു നിന്ന ഒരു ഭാരതദേശത്തിന് ഒരു ദേശത്തിൻ്റെ സങ്കല്പം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് ഈ യാത്രയിലൂടെയാണ്. ചരിത്രം പലപ്പോഴും യഥാർത്ഥമാണെന്നും പുരാണം തെറ്റാണെന്നും വാദിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് ചുറ്റും കാണാം. ആദിശങ്കരാചാര്യരുടെ ദ്വന്ദ്വമല്ലാത്ത ഒരു ധ്യാനത്തിൽ, കാരണം ധ്യാനത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പം ദ്വന്ദ്വമല്ല, അല്ലെങ്കിൽ ദ്വന്ദ്വ ചിന്തകളല്ല.
ദ്വന്ദ്വമാണെങ്കിലും ചിന്തകളിൽ ദ്വന്ദ്വമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ശ്രമം. ജഗത് മിഥ്യ, ബ്രഹ്മസത്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ലോകത്തിൽ ശാസ്ത്രീയമായ കുറേ ചിന്തകളിലൂടെ, അനുഭവങ്ങളിലൂടെ, അടിസ്ഥാനപരമായി ജനങ്ങളെ ആ പാത്തിലൂടെ, ആ വഴിയിലൂടെ കൊണ്ടുപോയി ബ്രഹ്മാവും ദൈവവും ആത്മാവും ഈ ബോധവും വ്യക്തമായ ഭാഷയിലൂടെ അനന്തമായി വികസിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു ചിന്തയുടെ ധാരയിൽ നമ്മളൊക്കെ അവരെക്കുറിച്ച് ആലോചിക്കാനും കുറച്ചെങ്കിലും പഠിക്കാനൊക്കെ സാധിക്കുമ്പോൾ അത് വലിയ ഭാഗ്യമായി കരുതണം എന്ന് വേണം പറയാൻ. ശങ്കരൻ നല്ല യാത്ര, ഭാരതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയ്ക്കും കുറേ ചിന്തകൾ, അതിൽ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാർ, ശൈവന്മാരും വൈഷ്ണവന്മാരും ഉണ്ടായിട്ടുണ്ടാവാം. ബുദ്ധമതം നല്ലപോലെ പ്രാബല്യത്തിലുണ്ടായിരുന്നൊരു കാലം, മീമാംസകരിൽ നിന്നും പഴയ വേദ ചിന്തകൾ അടർന്നു പോയിട്ടുള്ള കാലം. എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ മഹർഷിയായിട്ട്, രാഷ്ട്രീയ മുനിയായിട്ട്, ദൈവശാസ്ത്രജ്ഞൻ മാത്രമല്ല ഒരു രാഷ്ട്രീയ മഹർഷിയായിട്ട് ശങ്കരൻ്റെ തത്വചിന്തകൾ അത് വേദമാണെങ്കിലും പ്രായോഗിക വേദ ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയണം. കാരണം ബുദ്ധമതക്കാരിൽ നിന്നും ജൈനമതക്കാരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ അറിവ് വേദങ്ങളിൽ കണ്ടെത്തുകയും അതിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു ആസ്തിക ചിന്ത വരുത്താൻ വേണ്ടി, വ്യാഖ്യാനത്തിൻ്റെ, ഭാഷ്യത്തിൻ്റെ ഒരു പകർപ്പ് എന്ന തോതിൽ ഒരു മനുഷ്യൻ്റെ ഗുണം, സവിദ്യയും അവിദ്യയും ചേർത്ത് വളരെ ഒരു അന്വേഷാത്മകമായ വേദാന്ത ചിന്ത അവനവൻ്റെ ഉള്ളിൽ വരുന്നത് പോലെ കാണിച്ച് അത് കൃതികളിൽ വ്യക്തമാക്കി നമുക്ക് തന്നിട്ടുള്ളതാണ്. പല ചെറിയ ചെറിയ ചിന്തകൾ ഉള്ളവർക്ക് പോലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി ബ്രഹ്മസൂത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സാർവത്രികമായിട്ട് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ ജൈനബുദ്ധ മതങ്ങളിൽ വ്യാപരിച്ചിരുന്ന കാലത്ത് അവർക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടി, കാരണം അവിടെ പലപ്പോഴും ബ്രഹ്മസൂത്രത്തിലൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് വിഘടിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആ കാലത്ത് ചക്രവർത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, വളരെ പ്രാബല്യത്തിൽ എന്ന് വ്യക്തമാണ്. AD 8-ാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിലാണ് ആദിശങ്കരൻ്റെ ജന്മം എന്ന് ഓർക്കണം. അപ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ആ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ മുസ്ലിം ഇൻവേഷന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തകളിലൂടെ പോകുമ്പോൾ ആ കാലഘട്ടവും കൂടി മനസ്സിലുണ്ടായാലേ ശങ്കരൻ്റെ മഠങ്ങളുടെ അല്ലെങ്കിൽ പഠനങ്ങളുടെ, യാത്രകളുടെ ഒരു കൃത്യമായ ഒരു മാപ്പ് നമ്മുടെ മനസ്സിൽ വരുള്ളൂ. ശങ്കരാചാര്യർ തൻ്റെ ജീവിത ദൗത്യം തന്നെ അതാക്കിയെടുത്തപ്പോൾ വലിയ പണ്ഡിതന്മാർ പോയി അവരവരുടെ കഴിവുകൾ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സർട്ടിഫിക്കറ്റ്, ഇന്നത്തെ എൻട്രൻസ് എക്സാം പോലെ ഗേറ്റ് എക്സാമിനേഷൻ എഴുതി പാസ്സായിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം പാസ്സാവുന്നത് പോലെ തെക്ക് ഭാഗത്തുള്ള ഡോറ് തുറന്ന് സർവജ്ഞപീഠം ശാരദാപീഠത്തിലേക്ക് കയറാൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് യോഗ്യനായിട്ടുണ്ടായ ഒരാളുണ്ടായാലേ ആ ഡോറ് തുറക്കുള്ളൂ. ഇന്ന് കാശ്മീരിൻ്റെ ഒക്യുപ്പൈഡ് കാശ്മീരിൽ മുസാഫറാബാദിൽ നിന്നും ഒരു 100-150 കിലോമീറ്ററിന് അടുത്തുള്ള ആ സ്ഥലത്ത് അവിടെ കയറണമെങ്കിൽ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആ ചോദ്യങ്ങളിൽ ശബ്ദം ഗുണമാണോ ദ്രവ്യമാണോ, വിജ്ഞാനം ആണ് ആത്മാവ് അല്ലെങ്കിൽ ആത്മാവാണ് വിജ്ഞാനം, ഇത് തമ്മിൽ ഭേദമുണ്ടോ, ഇത്തരം കുറേ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ അത് ചോദിച്ചിട്ടുള്ളത് പാകിസ്ഥാനിൽ ഇപ്പോഴുള്ള ആസാദ് കാശ്മീരിലുള്ള നീലം റിവറിൻ്റെ തൊട്ടടുത്ത്, നീലം ജില്ല നീലം റിവറിൻ്റെ അടുത്ത് തന്നെയാണ്, ശാരദാപീഠത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ കേരളത്തിൽ നിന്നും തെക്ക് നിന്നും അങ്ങേയറ്റം വടക്കേക്ക് യാത്ര ചെയ്ത് ശാരദാപീഠം കയറി അവനവൻ്റെ കഴിവ് എന്താണെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം
ആ സർവകലാശാലയിലുള്ള സർട്ടിഫിക്കറ്റ് അത് ശാരദാ പീഠം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നതിനേക്കാളും അന്ന് നിലവിലുണ്ടായിരുന്ന കാശ്മീർ ഭാഗത്ത് അല്ലെങ്കിൽ ശാരദ ഭരിച്ചിരുന്ന സ്ഥലം, അവിടെ ഭാഷയും അതുതന്നെയാണ്, ആ രാജ്യവംശത്തിൻ്റെ പേരും ശാരദാദേശം എന്ന് തന്നെയാണ്. ആ ശാരദാദേശത്ത് ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി, അടുത്ത കാലത്ത് രണ്ടാമതും അതൊരു യൂണിവേഴ്സിറ്റി ആക്കണം, പുരാതന കാശ്മീരിൻ്റെ വാസ്തുശില്പങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റിയിട്ടുള്ള ആ സ്ഥലം ചെറുതൊന്നുമല്ലത്, വലിയ, ഇന്ന് വളരെ ശോഷിച്ചൊന്നുമില്ലാതായി. കാരണം എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടുണ്ട്, കുറേ മുസ്ലിം ഇൻവേഷൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പാകിസ്ഥാൻകാരെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒരു 94 അടി വീതിയും 140-ലധികം അടി നീളവുമുള്ള ഒരു വലിയ ക്ഷേത്രം, 11 അടി നീളമുണ്ട് അല്ലെങ്കിൽ വീതിയുണ്ട്, അതിൻ്റെ 8 അടിയോളം ഉയരമുള്ള 6 അടിയോളം വീതിയുള്ള ഒരു മതിലുകളാണ് അതിന് ചുറ്റുമെന്നാണ് പറയുന്നത്. ആ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ 600-നും 1338-നും ഇടയിലാണത് ഉണ്ടാക്കിയെടുത്തതെന്നാണ് പറയുന്നത്. അവിടെ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ശങ്കരൻ അദ്വൈത വേദാന്ത സിദ്ധാന്തം അംഗീകരിക്കാൻ, അവനവൻ്റെ കഴിവ് പൂർത്തീകരിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം 4 മഠങ്ങൾ, പത്മപാദർക്ക് വേണ്ടി ഈസ്റ്റ് ഭാഗത്ത് ഗോവർദ്ധന മഠവും, സുരേശ്വരാചാര്യക്ക് വേണ്ടിയിട്ട് തെക്ക് ഭാഗത്ത് ശൃംഗേരി മഠവും, അസ്തമല ലോകാചാര്യന് വേണ്ടിയിട്ട് വെസ്റ്റ് ഭാഗത്ത് ദ്വാപരയിൽ മഠവും, തോടകാചാര്യന് വേണ്ടിയിട്ട് വടക്ക് ഭാഗത്ത് ബദ്രീനാഥും, അത് അഥർവവേദം, സാമവേദം, യജുർവേദം, ഋഗ്വേദം എന്ന 4 വേദങ്ങൾക്ക് വേണ്ടി പാർട്ടീഷൻ ചെയ്തു കൊടുക്കുകയും അവിടെ വ്യത്യസ്തമായിട്ടുള്ള സമ്പ്രദായങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. ഈ കാലഘട്ടം എപ്പോഴാണ്, ഈ മഠങ്ങളുടെ കാലഘട്ടം എപ്പോഴാണ്, സഭാമഠങ്ങൾ എപ്പോഴാണ് ഉണ്ടായിരുന്നത് എന്നതിന് വ്യത്യസ്തമായിട്ടുള്ള വാക്പോരുകൾ നടക്കുന്നുണ്ട്. 509 മുതൽ 477 BC വരെയാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് സ്ഥാപിച്ചെടുക്കാൻ കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജൈന ബുദ്ധ മതങ്ങളുടെയൊക്കെ കാലങ്ങളും ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ശരിയാവാൻ സാധ്യതയില്ല. 509 BC 509 എന്ന് കാഞ്ചി മഠക്കാർ വിശ്വസിക്കുന്നുണ്ട്, അതും ശരിയാവാൻ സാധ്യതയില്ല. 509 BC ശങ്കരാചാര്യ ജനിച്ചതെന്നാണ് അവരുടെ ഒക്കെ വാദം, അതും ശരിയാവാൻ സാധ്യതയില്ല. 758-നും 822-നും ഇടയിലാണ് എന്ന് പറയുന്നവരുണ്ട്, അതും സാധ്യത കുറവാണ്. 700-നും 750-നും ഇടയിലാണെന്ന് പറയുന്നുണ്ട്, 650-ലാണെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്ന ഒരു ചെറിയ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വെർഷൻ, ഇത് 1196 മലയാളം ആണ്ടാണ്, കൊല്ലവർഷമാണ്. ആ കൊല്ലവർഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഇംഗ്ലീഷ് എറ 2021 മൈനസ് 1196 നോക്കിയാൽ 825 കിട്ടുക. എന്തുകൊണ്ടാണ് കൊല്ലവർഷത്തിന് കൊല്ലവർഷം, കൊല്ലം എന്ന് പറഞ്ഞാൽ തന്നെ വർഷം എന്നാണ് മലയാളത്തിൽ പറയാം, എന്ന് പേര് വന്നത് എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർ കൊല്ലത്ത് വിളിച്ച് നടത്തിയ മീറ്റിങ്ങിലാണ് മലയാള വർഷം തുടങ്ങിയത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ശങ്കരാചാര്യർ ഉണ്ടായിരുന്നത് 825 മുമ്പാവണം ജനനം, അതിനുശേഷമായിട്ടുണ്ടാവാം അദ്ദേഹത്തിൻ്റെ മരണം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നക്ഷത്രവും മാസവുമൊക്കെ വെച്ചിട്ട് നമ്മൾ ശങ്കര ജയന്തി ആഘോഷിക്കുമ്പോൾ വർഷം കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ 825 ശങ്കരാചാര്യ കേരളത്തിൽ ശിഷ്യന്മാരുടെയും ബ്രാഹ്മണ സഭയുടെയും ഒക്കെ മീറ്റിംഗ് വിളിച്ച് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും ആരൊക്കെ എന്തൊക്കെ പഠിക്കണമെന്ന് പഠിപ്പിച്ച് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. ആ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ മഠങ്ങളെക്കാളും കൂടുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു. അത് നമ്മളൊക്കെ ആചരിച്ചു പോരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്നൊരു സംഭവമാണ്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഒരു സ്ഥാപനം, അതിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വേദപാഠശാലകൾ, അത് വേദാധ്യായനത്തിന് വേണ്ടിയിട്ട് ശുചീന്ദ്രം മുതൽ തിരുവല്ലം, ശുഗപുരം, തിരുനെല്ലി, വൈക്കം, ഭൂതപ്പാണ്ടി, പത്മനാഭപുരം, വലിയശാല, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇന്നും നടക്കുന്ന വേദപാഠശാലകൾ.
സഭാ മഠങ്ങൾ, ഇഷ്ടംപോലെ സഭാമഠങ്ങൾ കേരളത്തിൽ മാത്രം 16 വയസ്സിന് ശേഷം കുട്ടികൾക്ക് പ്രായപൂർത്തിയായെന്ന ആ അവസ്ഥ വരെ ബ്രാഹ്മണ കുടുംബങ്ങൾ ഫണ്ട് ചെയ്തുകൊണ്ട് 12 വർഷം മഠത്തിൽ താമസിച്ച് പഠിക്കുന്ന തരത്തിൽ ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, തർക്കം, വേദാന്തം, മീമാംസ, ആ പഠന ഭാഗങ്ങളൊക്കെ കേരളത്തിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നു. അത് വളരെ വളരെ സന്തോഷമുള്ളൊരു സംഭവമാണ്. ഈ കൃതികളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള കുറേ സന്ദർഭങ്ങൾ ഇത്തരം സത്സംഗങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകളിൽ പലപ്പോഴും ശങ്കരാചാര്യരുടെ ജീവിതവുമായിട്ട് തൊട്ടടുത്ത് പോയിട്ടുള്ള ശിവന്റെ ഭക്തനായ ശങ്കരൻ ദേവിയുടെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നജേ ദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി. നമുക്കൊക്കെ ശ്വാസം തരുന്ന ആ ദേവി സങ്കല്പം നമ്മളിലൊക്കെ ശക്തി ഉണ്ടാക്കാനുള്ള ശക്തി ഭഗവാൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എനിക്കറിയാം 6 മണിയായി, അതുകൊണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കൊക്കെയാണ് എനിക്ക് സാധാരണ ഇഷ്ടം. വാഗ്വാദങ്ങളും ചർച്ചകളുമൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ ഒരു അരമണിക്കൂറിൽ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു അവസരം തന്നിട്ടുള്ള കൃഷ്ണം വന്ദേ സത്സംഗ സമിതി ബറോഡയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹരിയും. ഹരിയോം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ ശശികുമാർ സാർ, അതുപോലെ ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ സത്സംഗ സമിതിയിലെ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശങ്കര ജയന്തി ദിവസം നമ്മളൊക്കെ അതീവ ധന്യരായിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഭാരതീയവും ഏതാണ്ട് അനവധി ഭാരതീയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ വൈദേശികമായ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വൈദേശികമായ ശാസ്ത്ര വിഷയങ്ങളിൽ കൂടിയും തൻ്റേതായ ചിന്താധാരകൾ ഒപ്പം വെച്ച് മഥനം ചെയ്ത് അതിൽ നിന്ന് പൊങ്ങി വന്ന നവനവങ്ങളായിരിക്കുന്ന നവനീതം നമുക്കൊക്കെ ഇന്ന് ഈ സന്ധ്യയ്ക്ക് മുമ്പായി വിളമ്പി തന്നിരിക്കുകയാണ്. സന്ധ്യയ്ക്ക് ഭക്ഷണം പാടില്ലല്ലോ. അപ്പൊ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് തന്നെ ഡോക്ടർ ശശികുമാർ സാർ നമുക്കൊക്കെ വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളിലോട്ട് നമ്മളെയൊക്കെ ഒന്ന് എത്ര മനോഹരമായിട്ടാണ് നമ്മളെയൊക്കെ ഒന്ന് സഞ്ചരിപ്പിച്ചത് എന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ പ്രയാസം. ഇതിലോ മറ്റൊരു സന്തോഷം എനിക്ക് ബ്രഹ്മശ്രീ KPCയുടെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ NS മാധവേട്ടൻ. അപ്പം മാധവേട്ടന്റെ ശിഷ്യനാണ് ഞാൻ. അപ്പം ശിഷ്യന്റെ ശിഷ്യൻ ആയിട്ടെങ്കിലും ഇവിടെ ഇദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടുവാനും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമായിട്ട് ഞാനൊന്ന് കൺവേ ചെയ്യട്ടെ. പിന്നെ അനവധി കേട്ടിട്ടുള്ള സ്വാമി വേദഭാരതിയെ കുറിച്ചും സ്വാമി രാമയെ കുറിച്ചും അവരുടെ ശിഷ്യനായിട്ടുള്ള ഒരു വ്യക്തി
എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആളെ കാണുന്നതും പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുന്നതും. വളരെ വളരെ ധന്യതയുണ്ട് അതിൽ. മഹൽ വ്യക്തിത്വങ്ങളുടെ, മഹാന്മാരുടെ ശിഷ്യന്മാരെ കാണാൻ സാധിച്ചാൽ അങ്ങനെ ഭക്തനായിട്ടെങ്കിലും ഒരു അവസരം ലഭിക്കുക ഈ പുണ്യദിനത്തില് എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ ഈ സത്സംഗ സമിതിയിലുള്ള എല്ലാവരുടെയും ഒരു അനുഗ്രഹം മാത്രമാണ് എന്ന് നമ്മളൊക്കെ ഒന്ന് തിരിച്ചറിയാം. ശങ്കര ഭഗവത്പാദരെ കുറിച്ചിട്ടുള്ള ചരിത്രം ഇവിടെ കടന്നുപോയി. അദ്ദേഹത്തിന്റെ ജന്മ അല്ലെങ്കിൽ ജനിച്ച വർഷത്തെ കുറിച്ചിട്ടുള്ള ഒരു നൂതന ചിന്ത എന്നാണ് പറയട്ടെ. എന്നെ സംബന്ധിച്ചൊരു നൂതന ചിന്ത. ഞാൻ കാലടിയിലെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തിന്റെ 50 മീറ്റർ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാ ദിവസവും 788 മുതൽ 820 എന്ന് പറഞ്ഞ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് അമ്പലത്തിൽ ഇറങ്ങാറ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാഞ്ചി സ്തൂപം കാലടിയിൽ തൊട്ടടുത്തുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ അവരുടെ അഭിപ്രായത്തില് ക്രിസ്തുവിന് മുമ്പ് എന്നുള്ള അഭിപ്രായം. ഏതായാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ ഒരു പുതിയ അറിവ് കൊല്ലത്ത് വെച്ച് നടന്ന അദ്ദേഹത്തിന്റെ സത്സംഗത്തിൽ നിന്നാണ് കൊല്ലവർഷം ഉണ്ടായതെന്നുള്ള ഒരു സമീപനവും അല്ലെങ്കിൽ ആ ഒരു ചിന്തയും ഒക്കെ വളരെ ചർച്ചാ വിഷയങ്ങളാണെങ്കിലും അതിൽ ആ ഒരു ചിന്താധാരയുടെ ഒരു സൗന്ദര്യം നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും ആ ചിന്താധാരയുടെ ഒരു സൗന്ദര്യം കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ വ്യാമോഹത്തെ ക്രമീകരിക്കുക എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെയുള്ള ചില കണ്ടെത്തലുകൾ ശങ്കരാചാര്യ രാഷ്ട്രീയ മുനി അല്ലെങ്കിൽ രാഷ്ട്രീയ മഹർഷി പ്രായോഗിക വേദാന്തം പഠിപ്പിച്ചതെന്ന ഒരു രാഷ്ട്രീയ മുനിയായി രാഷ്ട്രബോധത്തിന്റെ ഒരു കാതലുകളെ കണ്ടെത്താൻ സഹായിച്ച ഒരു മഹാമുനി എന്നുള്ള നിലയ്ക്കുള്ള ഒരു അദ്ദേഹം കാഴ്ചപ്പാടും ഒക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത്തരം വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ഇന്നത്തെ സദ്യയിലെ വിവിധ തരത്തിലുള്ള സ്വാദിഷ്ട വിഭവങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള ശങ്കരാചാര്യരെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഞ്ചാരപഥങ്ങളില് എനിക്ക് തോന്നുന്നത് മാഷ് ശശികുമാർ സാറ് അവിടെയൊക്കെ നേരിട്ട് പോയി അനുഭവിച്ചിട്ട് പറയുന്നതിന്റെ അനുഭവം ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തപ്പോ ഈ സ്ഥലങ്ങളുടെയൊക്കെ മാപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പണി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയില് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റില് ഇന്ത്യക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെയൊക്കെ പടെടുക്കലായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ ഞാൻ എടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഒന്ന് ഈ ഓക്യുപ്പൈഡ് കാശ്മീരില് കാർഗിൽ വാറിൽ മാപ്പ് കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഇങ്ങനെ ഒരു പുതിയ അനുഭവമാണ് അദ്ദേഹത്തിന്റെ സഞ്ചാര പഥങ്ങളിൽ കൂടെയുള്ള ഒരു സഞ്ചാരം എന്ന് പറയുന്നത് വളരെ നല്ലൊരു അനുഭവമായി എന്ന് തന്നെ പറയട്ടെ മാഷെ. ഏതായാലും നമ്മളുടെ ഒരു നല്ലൊരു സന്ധ്യ, ഒരു സത്സംഗം നമുക്കൊക്കെ വേണ്ടി സമ്മാനിച്ച ഡോക്ടർ ശ്രീ ശശികുമാർ സാറിന് എന്താ പറയേണ്ടത് 1000 കോടി നന്ദി, നമസ്കാരം, എന്റെ നമസ്കാരം എല്ലാവരുടെയും പേര്. ബറോഡയില് KPC അനുജൻ ഭട്ടതിരിപ്പാട് തിരുമേനിക്കുള്ള ബന്ധം നന്നായിട്ട് എനിക്കറിയാം. അത് കുറെ ഞങ്ങളുടെ യാത്രയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതിലിടയ്ക്ക് പറഞ്ഞിട്ടുമുണ്ട്. ഹൈദരാബാദിൽ വന്ന സമയത്ത്, മരണത്തിന് കുറച്ച് കാലം മുമ്പാണ് ഹൈദരാബാദിൽ വന്ന് എൻ്റെ കൂടെ താമസിച്ചത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അടുത്ത ട്രിപ്പിൽ ബറോഡയിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടന്നില്ല. ഇങ്ങനെയെങ്കിലും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ തിരുവനന്തപുരത്ത് ഓരക്കാട് എന്നാണ് ജില്ല പേര്. അപ്പം ഓരക്കാട് അക്ഷരശ്ലോക സമിതി അച്ഛനാണ് ഉണ്ടാക്കിയത്. അപ്പം KPC വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ എത്തുകയും പിന്നെ NS മാധവരപ്പനും ഒക്കെ ആയിട്ടുള്ള അക്ഷരശ്ലോകം ചെല്ലുക എന്ന് പറയുന്ന അക്ഷരശ്ലോക പരമ്പരയില് അദ്ദേഹത്തിന്റെ അക്ഷരശ്ലോക വൈദഗ്ധ്യത്തിന്റെ പരമ്പരയും
പെട്ട ഒരാളായിട്ട് ഞാൻ അഭിമാനിക്കുന്നു ഏതായാലും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹം ഒരു ആയുർവേദ ഭിഷഗ്വരൻ തന്നെയായിരുന്നു പല അർത്ഥത്തിൽ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ആയുർവേദ പ്രഭാഷണങ്ങളൊക്കെ ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അടുത്തിരുന്ന് ഒരുപാട് ശ്രമിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും സാറിന്റെ ഈ ഒരു പ്രഭാഷണം ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സത്സംഗ അംഗങ്ങളുടെ പേരിലും സാറിനോടുള്ള അഗൈരവമായ നന്ദി കൃതജ്ഞത അർപ്പിക്കട്ടെ. നമസ്കാരം. നന്ദി. നമസ്കാരം കൃഷ്ണേട്ട. ഒരു 10 മിനിറ്റ് ആരപ്പെടുന്നവരെയായി ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഡോക്ടറുമായിട്ട് ഡോക്ടറുടെ സമയം അനുവദിക്കുന്നു. ഓ, ഞാൻ ഫ്രീയാ. ഞാൻ 6 മണി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യനിഷ്ഠ പാലിച്ചതാ. കാരണം നമ്മളുടെ മനസ്സിലുള്ള ചില ഉദ്ദേശങ്ങൾ ഇപ്പോ ഡോക്ടറെ എനിക്ക് അറിയാം എന്നതുപോലെ ഇവിടെ മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടും, അപ്പോൾ ഡോക്ടറുമായിട്ട് ചെറിയൊരു അടുപ്പം ഈ സത്സംഗ സമിതിയിലെ ഓരോ അംഗങ്ങൾക്കും അതൊരു ഭാഗ്യം, അതെല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി മനസ്സിൽ സന്തോഷം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിയുന്ന ശ്രദ്ധയോടുകൂടി നമ്മൾ വളരെ സാറിന്റെ സമയം അത് വിലപിടിച്ചുള്ളതാണ്, വളരെയധികം വിലമതിക്കുന്നതാണ്. ഈ വിജ്ഞാന കോശത്തിന്റെ ഈ സ്ഫുരണങ്ങൾ നമുക്ക് ഇനിയും നമ്മളുടെ ഈ സത്സംഗ സമിതിയിലേക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ സമയത്തെ വിനിയോഗിക്കുക. ഇപ്പോൾ സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. ശിവകരേട്ടൻ ഉണ്ടോ? ശിവകരൻ തിരുമേനി അൺമ്യൂട്ട് ചെയ്യണം. സാറും അവിടെ അൺമ്യൂട്ട് ചെയ്യേണ്ടത്. സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ശിവകരൻ തിരുമേനി എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂര് തളിപ്പറമ്പിനടുത്ത് നടുവിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ തറവാട് 200 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാവുന്ന ഒരു ഹെർമിറ്റേജ് പോലെയാണ്. അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ. തിരിച്ച് മറുപടിയായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയി താമസിച്ചിട്ടുണ്ട്. എനിക്കുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ പ്രഭാഷണമുള്ള സമയത്ത് ഞാൻ കയറിയത്. അതിനിടയിൽ ഞാൻ വിട്ടുപോയി, അവസാനം നിൽക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ അബദ്ധത്തിൽ ഞാൻ കയറിയത് കൊണ്ടാണ് ഇന്ന് എന്നെ വിളിച്ചതും. ഇല്ല, അതുകൊണ്ടല്ല. ഇതിങ്ങനെ ഇതിന് സാറിന്റെ ആ വിജ്ഞാനം അത് സ്വീകരിക്കാൻ പറ്റിയ ചെറിയ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാകട്ടെ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നേരിട്ട് സാറുമായിട്ട് സംസാരിക്കാം. ഞാൻ ബറോഡയിൽ വന്നിട്ടൊക്കെ ഉണ്ട് പണ്ട്. കാരണം ഞാൻ അഹമ്മദാബാദിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 30 വർഷം. 30 വർഷം മുമ്പ് ബറോഡയിൽ. ആദ്യമായിട്ട് എനിക്ക് അഹമ്മദാബാദിലാണ് പോസ്റ്റിംഗ്. സരസ്വതി നദിയെ പറ്റിയുള്ള സാറിന്റെ റിസർച്ച് അത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതെ, ഇതൊന്നും എന്റേതല്ല. ഞാൻ ഈ കൊല്ലവർഷം ഇപ്പൊ പറഞ്ഞത് തിരുമേനി പറഞ്ഞതെന്ന് പഠിപ്പിച്ചതാണ്. ഈ സരസ്വതി റിവറിൻ്റെത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ഒരു റിസർച്ചാണ്. ഒരു ക്ലാസ് ആയിട്ട് തന്നെ എല്ലാവർക്കും അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഈ ഹെറിറ്റേജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. നാഷണൽ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് NNRMS എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട് സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ. അവരുടെ ഒരു പബ്ലിക്കേഷനാണ് ദ ഹെറിറ്റേജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. അതിനകത്ത് തക്ഷശില, നളന്ദ, ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഇന്ത്യയിലുള്ള. കാരണം ഈ ശാരദാപീഠം സ്ഥലമൊന്നും മാപ്പ് ചെയ്തിട്ടില്ല. കാരണം അത് ഒഫീഷ്യലി മാപ്പ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അത് ലൈൻ ഓഫ് ബോർഡറിന്റെ തൊട്ടടുത്താണ്. അത് എനിക്ക് എൻ്റെ മാപ്പ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പടം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വേറൊരിടത്ത് കൊടുക്കാനോ കാണിക്കാനോ എനിക്ക് അധികാരമില്ല. കാരണം അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ റോയലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അറിയാലോ, സ്പൈയിങ് ആണ് എൻ്റെ പണി. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ കള്ളത്തരത്തിൽ ചില പിക്ചറൊക്കെ എടുക്കും, പക്ഷെ അത് പുറത്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യക്കകത്തുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും പിന്നെ സാറ്റലൈറ്റ്
ലോ റെസൊല്യൂഷൻ ഉള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ തക്ഷശിലയൊക്കെ നമുക്ക് കൃത്യമായിട്ട് വലിയ മാപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു മാപ്പാണ് എല്ലാം എവിടെയൊക്കെ വെള്ളം കിട്ടുമെന്ന് കണ്ടുപിടിക്കുന്ന ഒരു മാപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് സരസ്വതി റിവറിന്റെ സ്ട്രക്ചറും വേദത്തിൽ പറഞ്ഞിട്ടുള്ള സരസ്വതി റിവറും തമ്മിൽ നല്ല മാച്ച് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ഈ സ്വാമി വേദഭാരതി അല്ലെങ്കിൽ സ്വാമി രാമയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ അറിയാതെ എത്തിപ്പെട്ടതാ. കാരണം ഞാൻ ഇവിടെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹൈദരാബാദിൽ. ഞാനൊരു മാനേജ്മെന്റ് പ്രൊഫഷണലും കൂടിയാണ്. ഞാൻ പഠിപ്പിക്കാറുള്ളത് MBA ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രൊഫസറായിരുന്നു ഞാൻ, JNTUവിലൊക്കെ. അപ്പോൾ ആ കാലത്ത് ഡിഫൻസ് മാനേജ്മെന്റിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടെ ഡയറക്ടറായിട്ടിരുന്ന ഒരാളുടെ ഒരു ബന്ധത്തിലൂടെയാണ് ഡിഫൻസ് എസ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു ലേഡിയെ പരിചയപ്പെടുന്നത്. അവർ IAS ആണ്, സീനിയർ IAS. അവർക്ക് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിവരമാണ് ഒരു ഡോക്ടർ TP ശശികുമാർ ഉണ്ട്. അദ്ദേഹത്തിന് ഫിസിക്സിലാണ് അദ്ദേഹത്തിന്റെ PhD. അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റിയും ഒക്കെ ഇഷ്ടമുള്ള വിഷയമാണ്. മെഡിറ്റേഷനൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ആ അറിവ് വെച്ചിട്ട് സ്വാമി വേദഭാരതി എനിക്കൊരു ഇമെയിൽ അയക്കാണ്. അത് 2004. അപ്പൊ ഗുരു നമ്മളെ തേടി വരിക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു ഇമെയിൽ കിട്ടിയതാണ് എനിക്ക്. എനിക്കൊരു ആശ്രമുണ്ട് ഋഷികേശില്, ഹരിദ്വാറിനും ഋഷികേശിനും ഇടയിലാണ്. ഈ ഹിമാലയൻ മെഡിക്കൽ കോളേജ് ആശ്രമത്തിന്റെ കീഴിലാണ്. ഇപ്പോൾ വലിയ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. അതിൽ ആയുർവേദം, പിന്നെ ഹോമിയോപ്പതി, ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം കൂടി നടക്കുന്ന റിസർച്ചുകൾ അടക്കം നടക്കുന്നുണ്ട്. അപ്പം അവിടെ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓറ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എനർജി, മന്ത്രത്തിൻ്റെ ശക്തി അതൊക്കെ കൂട്ടിച്ചേർത്ത്, മെഡിറ്റേഷൻ്റെ ശക്തിയൊക്കെ കൂട്ടിച്ചേർത്ത് ഇലക്ട്രോ എൻസിലോഗ്രാഫ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കുറേ ഉണ്ട്. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നവരുടെ മെഷർമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രീയമായി ബോധമുള്ള, എൻ്റെ PhD റേഡിയേഷനിലാണ്, അതൊക്കെ വെച്ചിട്ട് ബോധമുള്ള ഒരാളെ വേണം, തപ്പി നടക്കുകയാണ്, താങ്കൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ 2005 അദ്ദേഹം ഇമെയിൽ അയക്കുമ്പോൾ ഞാൻ സർവീസ് ഇനിയും 10-20 വർഷത്തോളം സർവീസിൽ ജോലി ചെയ്യാൻ സാധ്യതയുള്ള സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്. അപ്പോൾ ഇന്നും എനിക്ക് ചേരാൻ പറ്റുന്ന അവസ്ഥയാവില്ല ശരിക്കും ഞാൻ റിട്ടയർമെൻറ്റിൽ പോവുകയാണെങ്കിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇമെയിൽ കോണ്ടാക്ട് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് ഒരു ടോക്ക് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്ററിൽ 100-400 പേരുണ്ട്. അദ്ദേഹം ഒറ്റ ടോപ്പിക്കേ ടോക്ക് കൊടുക്കാറുള്ളൂ, സൈലൻസ് എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ടോപ്പിക്കുകൾ. അപ്പോൾ അന്ന് സൈലൻസിനെ കുറിച്ച് ടോക്ക് കൊടുക്കുന്ന സമയത്ത് അവസാനം ഓഫീസിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടാണ് അവിടെ ഒരു ഡെപ്യൂട്ടേഷനിൽ പോയതാണ് ഞാൻ. ഓടിച്ചെന്ന് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുക എന്നൊക്കെ പറയില്ലേ, അവിടെ കയറി ഇരുന്ന് അദ്ദേഹത്തിന് എനിക്ക് അറിയാം, കാരണം നോട്ടീസിലുണ്ട്. ഇന്നത്തെ പോലെ ഇന്റർനെറ്റിലെ പിക്ചറൊന്നുമില്ലല്ലോ. എൻ്റെ പിക്ചർ അദ്ദേഹത്തിന് കാണാൻ സാധ്യതയില്ല. പക്ഷെ ടോക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ TP ശശികുമാർ ഓഡിയൻസിലുണ്ട്, എന്നെ വന്ന് കാണാം. കാരണം ഈ നമ്മൾ കാണാതെ പോയി ഞാൻ കണ്ടിട്ടില്ല, അങ്ങ് എന്നെയും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നമ്മളെ കാണുമ്പോൾ ഈ അതീന്ദ്രിയ ജ്ഞാനം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാമി രാമക്കും സ്വാമി വേദഭാരതിക്കും അതുണ്ടായിരുന്നു എന്നാണ്. 11 ഡിഫറെന്റ് ഫോറിൻ ഭാഷകളിൽ പഠിക്കാതെ തന്നെ പ്രഭാഷണം നടത്തിയിരുന്നവരാണ് അവരൊക്കെ. അത് ചൈനയിൽ പോയാൽ ചൈനീസിൽ, ആദ്യത്തെ യാത്രയാണെങ്കിലും ചൈനീസിൽ സംസാരിക്കാൻ പറ്റുമെന്നാണ്. ഈ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കഥയൊക്കെ പറയാറില്ലേ, കവിതകളുടെയൊക്കെ ബാക്കി ഭാഗം, ഇതൊക്കെ തിരുമേനി പഠിപ്പിച്ചിട്ടുള്ള കേട്ടോ, ബാക്കി ഭാഗം അങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ട് അവസാനം ആ കൃതി കണ്ടെത്തുമ്പോൾ അത് തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പകർത്താൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ ചോദിക്കും അത്രേ, അങ്ങയുടെ അടുത്ത് ആ പുസ്തകം ഉണ്ടെങ്കിൽ തന്നാൽ പോരെ, ഞങ്ങൾ പകർത്തില്ലായിരുന്നോ എന്ന്. അപ്പോൾ തമ്പുരാൻ പറയായിരുന്നു അത്ര, എൻ്റെ അടുത്ത് പുസ്തകം ഉണ്ടായിട്ടൊന്നല്ല, കവികൾക്ക് ഒരേ തരത്തിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റിയതെന്ന്. ഇതാണ് പരകായ പ്രവേശം. അത്തരം പരകായ പ്രവേശം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഈ വേദഭാരതിയൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ ബ്രഹ്മശ്രീ KPC ഒക്കെ കണ്ടത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് എനിക്ക്
അവരെയൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയില്ല നമ്മൾ. ഇപ്പൊ നമ്മൾ ചെറിയ 2 ശ്ലോകമൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അന്ന് നമ്മൾ സപ്തശുദ്ധിയൊക്കെ ചേരുമല്ലോ, പ്രാണാപാന വ്യാനോദാന സമാനാമേ. അപ്പൊ അത് ചെല്ലിയ സമയത്ത് എന്നോട് വേദഭാരതി പറഞ്ഞു, ഇങ്ങനെയൊന്നും ഇവിടുത്തെ ഈ നോർത്ത് ഇന്ത്യക്കാർക്കൊന്നും ചെല്ലാൻ പറ്റില്ലടോ എന്ന്. അപ്പൊ അത് പറയുമ്പോൾ വി ആർ നോട്ട് എക്വിപ്ഡ് ഫോർ ചാൻറ്റിങ് ലൈക്ക് ദിസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രെഡിബിലിറ്റിയാണ്. അത് വല്ലാതെ ഞങ്ങൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ വേദഭാരതിയൊക്കെ കാണുക എന്ന് പറഞ്ഞത് വലിയൊരു സങ്കടം പിടിച്ച അവസ്ഥയാണ്. കാരണം ആശ്രമത്തിൽ പോയിട്ട് 400 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റാത്ത ഡിസൈപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം സൈലന്റ് ആയിട്ടിരിക്കാൻ പറയും. 10 ദിവസം സൈലന്റ് ആയിട്ടിരുന്നാൽ എന്നെ കാണാന്ന് പറയും. ഈ 10 ദിവസം സൈലന്റ് ആയിട്ടിരിക്കുന്നത് അറിയാതെ ഒന്ന് വർത്തമാനം പറഞ്ഞു പോയാൽ പണിഷ്മെന്റ് കൂടും. 41 ദിവസം ഇരിക്കാൻ പറയും. ഈ 41 ദിവസത്തിനിടയിൽ എവിടെയെങ്കിലും തട്ടി വീഴുമ്പോ എന്റെ അമ്മോന്നൊന്ന് വിളിച്ചു പോയാൽ അത് 108 ദിവസമാക്കും. അതെ, അത് കൃത്യമായിട്ട് ഞാൻ ആശ്രമത്തിൽ പോയ സമയത്ത് നെതർലാൻഡ്സിൽ നിന്നൊക്കെ വന്നിട്ട് 1.5 വർഷമൊക്കെ താമസിച്ചിട്ട് സ്വാമിയെ കാണാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് നേരിട്ട് കയറിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ പറ്റിയത് എനിക്ക് തോന്നാറുണ്ട് ബ്രഹ്മശ്രീ തന്നിട്ടുള്ള ഒറ്റ ആശീർവാദം കൊണ്ടാണെന്ന് തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ ഈ പടിപടിയായിട്ട് പോകുമ്പോഴുള്ള ഒരു ഭാഗ്യം, അതാണ് ഈ വേദഭാരതിയുടെ അടുത്തൊക്കെ. ഞാൻ സ്വാമി രാമയെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ സ്വാമി രാമയുടെ പുസ്തകം അതിനു മുമ്പ് വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ സ്വാമി വേദഭാരതിയുടെ കത്ത് കിട്ടിയത് അല്ലെങ്കിൽ ഇമെയിൽ കിട്ടിയതെന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. അതല്ലെങ്കിൽ ഈ ഞാൻ സ്വാമി രാമയുടെ ഡിസൈപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് കത്തെഴുതുന്നത്, ഇമെയിൽ അയക്കണത്. അല്ല, അതും അബദ്ധമാണ്. അത് ശരിക്കും അബദ്ധത്തെ പറ്റിയതാണ്. ഞാൻ ഏതോ ഒരു ലെക്ചറിന് വേണ്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ പോയ സമയത്ത് എൻ്റെ മിക്കവാറും ടോക്കുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വാരനുണ്ടായിരുന്നു ആലപ്പുഴയിലുള്ള. അദ്ദേഹം ഞാൻ പോകുന്നിടത്തൊക്കെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വരും. അത് നിർബന്ധമായിട്ടും എൻ്റെ ടോക്ക് കേൾക്കണമെന്ന് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അദ്ദേഹം എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നു. ആ ബുക്കാണ് ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇമെയിൽ വരുന്നത്. ആ ഒരു ക്രമം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അക്രമം കാണിച്ചേനെ. കാരണം സ്വാമി വേദഭാരതി ഞാൻ രാമയുടെ ശിഷ്യനാന്ന് പറയുമ്പോൾ ഈ ആരാ രാമ എന്ന് ഞാൻ ചോദിച്ചാലുള്ള അബദ്ധം ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ അങ്ങ് എൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അങ്ങ് ഹോരക്കാട് ഇല്ലെന്ന് പറയുമ്പോൾ ഒട്ടനെ എനിക്ക് ഹോരക്കാട് ഇതുമായിട്ട് ബന്ധമുള്ള എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഹോരക്കാട്ടില്ലത്തുള്ള സതീഷ് ആൾക്കാരുണ്ട് എനിക്ക്. പയ്യന്നൂരുണ്ട്. അപ്പൊ പയ്യന്നൂര് ശ്രീശൻ എനിക്ക് തോന്നുന്നു ഹോരക്കാട്ടില്ലത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞാലും, ഞാൻ പറയാറുണ്ട് ന്യൂട്ടന്റെ പേര് പറഞ്ഞാലും ഞാൻ വല്ല ബന്ധവും കണ്ടുപിടിച്ചോളൂ എന്ന് പറയാറുണ്ട്. സാറുമായിട്ട് സംസാരിച്ചിരുന്നാൽ നമ്മളുടെ സമയം പോകുന്നത് അറിയില്ല. സരസനാണ്. ഫോണിൽ സംസാരിക്കുകയാണെങ്കിലും സമയം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും. അല്ല, ഈ ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, എൻ്റെ കൂടെ കുറെ പേര് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവരോട് നിങ്ങൾക്ക് ₹1 എക്സ്ട്രാ ശമ്പളം തരാൻ എനിക്ക് പറ്റില്ല, പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റുന്നു. അതെ, അല്ല ഡിപ്പാർട്ട്മെന്റ് ഞാൻ സുഖം എന്ന ഡിപ്പാർട്ട്മെന്റില. ഗം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണല്ലോ, സുഖം എന്നുള്ളതല്ലേ. ആ ഗമ്മില് സു ചേർത്താലാണ് സുഖം, ദു ചേർത്താൽ ദുഃഖം. അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഗം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗമ്മാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. സന്തോഷം, വളരെ വളരെ സന്തോഷം. എന്റെ നമ്പർ ഡോക്ടർ TPS DRTPS. DR എന്നുള്ളത് മറക്കരുത്. TPS ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ്, ടോപ്പ് പോലീസ് സർവീസ്, ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഈ 3 ആൾക്കാരെയാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. അതായ ലോകം എല്ലായി, എല്ലാ ആൾക്കാരും അതിൽ പെടും. അതെ, സർവജനാസുഖിനോ ഭവന്തു. നമസ്കാരം. സന്തോഷം. ഉണ്ട് 9474373948. അല്ലെങ്കിൽ ഡോക്ടർ TPS അടിച്ച ഇന്റർനെറ്റിൽ കിട്ടും. അല്ലെങ്കിൽ എന്നോട് പറ, ഞാൻ ഗൂഗിളിന് വഴക്ക് പറയാം.
944143794. 94474. 37948. Yeah, Yes. 94474379448. വാട്സാപ്പ് നമ്പർ ആണ് അല്ലേ? അതെ, യൂട്യൂബിൽ ഒരു 2000-ഓളം വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസിലൊക്കെ എൻ്റെ നമ്പറുണ്ട്. ഇന്നത്തെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സാറിന്റെ നമ്പർ അല്ലെങ്കിൽ കാണും. അതെ, ഇത് 2-3 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യും, ഒരു സ്ഥലത്തല്ല. അത് ഈ നമ്മളുമായിട്ടുള്ള ഈ സംവിധാനം ഇപ്പൊ ഇവിടെ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണൊരു ക്യാമറ. തിരിച്ച് നിന്ന ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. റോയൽ വർക്ക് ചെയ്തതിന്റെ ആ ഒരു ചില വർക്ക് എവിടെയും അല്ല, അത് എല്ലാ സ്ഥിരമായിട്ടുള്ള സ്ഥിരതാമസം ഹൈദരാബാദിലാണ്. ഇപ്പൊ എന്റെ വൈഫ് ഇവിടുത്തെ ഡയറക്ടറാണ് ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ അവരുടെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ കോവിഡ് തുടങ്ങിയത് കൊണ്ട് ഇവിടെ പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ യാത്ര തന്നെയായിരുന്നു. ഗവൺമെന്റ് ഡയറക്ടറാണ്. ഇവിടുത്തെ ഒരു സ്പേസ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറാണ് എന്റെ വൈഫ്, ഡോക്ടർ PV രാധാദേവി. കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ അമേരിക്കയിലൊക്കെ ഭഗവത്ഗീത പഠിപ്പിച്ച് തീർത്തു ഒരു വട്ടം. അവിടെ പോയിട്ട് യാത്രയായിരുന്നു. ശങ്കരന്റെ കുറച്ച് കൃതികള്, രമണ മഹർഷിയുടെ കുറച്ച് കൃതികള്, അതൊക്കെ സൺഡേ സത്സംഗ് എന്ന് പറഞ്ഞിട്ട് അത് യാത്രയിലും ഒക്കെ ആയിട്ട് ഡയലോഗ് ഓൺ ദ റോഡ് എന്നൊക്കെയാണ് അതിന് പേര്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു, ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇപ്പൊ പഠിക്കുക, പഠിപ്പിക്കുക, മറ്റു പണിയൊന്നുമില്ല, വേറൊന്നുമില്ല, അതേ ഉള്ളൂ.